ഹായ്, ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ വ്ളോഗാട്ടോ. കുറേ വീഡിയോസ് ചെയ്തിട്ട് അന്നത്തെ വ്ളോഗ് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പോൾ 2 വർഷം അയാൾ പോയിട്ട്, അപ്പോൾ ആൾ വരുന്നതിൻ്റെ ഒരു ഫാമിലി വ്ളോഗ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഇപ്പോഴല്ല, നൈറ്റിനാണ് വിളിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ. അപ്പോൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. അപ്പോൾ എന്തായാലും എന്ന് പറയാം, ബ്രദറിനെ കുറിച്ച് പറയാമല്ലേ കുറച്ച് നേരം. ആൾ സൂപ്പറാട്ടോ, എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറയില്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലൊക്കെ ഉള്ള ടൈമിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വെറും അങ്ങോട്ടും നാട്ടുകാരോടും അതുപോലെ ഫാമിലി ഉള്ളവരോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചറിയാം, ഫുൾ അങ്ങോട്ട് കൊണ്ട് തല്ലും വീഡിയോ. ആ ഒരു ഇതാണ് ഞങ്ങൾ രണ്ടാളും. പിന്നെ കാണുമ്പോൾ കീരിയും പാമ്പെന്ന് അറിയില്ല അതുപോലെയാണ്. പക്ഷേ ആൾ പോയപ്പോഴാണ് നമുക്ക് ഓരോരുത്തരുടെ വാല്യൂ മനസ്സിലാവില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയില്ല, അതുപോലെ ആയിരുന്നു. അത്യം നല്ല ഫീലൊക്കെ ആയി പോയപ്പോൾ പിന്നെ ആൾ സൂപ്പറാണ് എന്തായാലും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് ഓരോ പാഠങ്ങൾ നമ്മൾ പഠിച്ച് വരികയാണ് ജീവിതത്തിൽ. എപ്പോഴും എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ഫ്രണ്ട്സ് എന്നല്ല, എല്ലാ മേഖലയിലും ഞാനും ഭയങ്കര മിങ്കിളാവും പെട്ടെന്ന് എല്ലാവരും. പക്ഷേ എല്ലാവരും നമ്മളായിട്ട് മിങ്കിളാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ ചതിക്കാൻ വേണ്ടിയിട്ടാവും, ചിലർ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാവും, പലരും പല മൈൻഡിൽ ഉള്ള ആൾക്കാരാവും. പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചവരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അപ്പോൾ നമ്മൾ വലിയ വാല്യൂ എന്തൊന്നും കൊടുക്കാത്ത ആൾക്കാരുണ്ടായിരുന്നു. വേറെ ആരില്ല, ഫാമിലി, എൻ്റെ ഉമ്മ അപ്പ അതുപോലെ ബ്രദർ, അവരൊന്നും ഞാൻ വലിയ എന്താ പറയുക വാല്യൂ കൊടുക്കും. പക്ഷേ നമുക്ക് അപ്പോൾ ഇത് ഫ്രണ്ട്സ് വേറെ കുറേ ആൾക്കാർ എന്നുള്ള മൈൻഡിൽ നടന്നിരുന്ന ആളായിരുന്നു. പക്ഷേ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ ഈ ഒരു ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഫാമിലി തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഉപ്പ എമ്മ അതുപോലെ തന്നെ ബ്രദറൊക്കെ ആയിരുന്നു മെയിനായിട്ട് സപ്പോർട്ടായ. മെയിനായിട്ട് ഈ യൂട്യൂബ് കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഈ വീഡിയോസിൻ്റെതും അതുപോലെ വേറെ പ്രശ്നങ്ങളും അതൊക്കെ ആകുമ്പോൾ കൈയടങ്ങി കേട്ടോ. അപ്പോൾ ഈ പ്രാങ്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ ആൾക്കാർ നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരാണ്. പക്ഷെ എന്നാലും ആ ടൈമിൽ നമുക്ക് സപ്പോർട്ടും കൂടുതൽ തന്നിരുന്നത് ബ്രദറൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു സംഭവം. അപ്പോൾ ആൾ സത്യം പറഞ്ഞ എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ പറയാം. ആൾ സൂപ്പറാണ്. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ നമ്മളെ വ്ളോഗ് എന്ന് വെച്ചാൽ അതാണ്. ആളെ പിക്ക് ചെയ്യാൻ പോണതും അതിന് ഫാമിലി ആയിട്ട് പോണൊരു വ്ളോഗ് നമ്മൾ തീരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പും ചെയ്യാതെ പരമാവധി ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്തിടാം. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. ഞാൻ അപ്പോൾ വീണ്ടും ഇൻട്രോ നേരത്തെ എടുത്ത വീഡിയോ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് കണ്ടു നോക്കുമ്പോൾ എനിക്ക് ഒരു ബാഡ് പോലെ അടിച്ചു. കാരണം എന്ന് വെച്ചാൽ അതിൽ ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞ പോലെ തോന്നി. ഞാൻ എന്താ വെച്ചാൽ ഫ്രണ്ട്സുകൾ അവരെ കുറ്റം പറയുന്നില്ല കേട്ടോ. നല്ല ഫ്രണ്ട്സും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സുകളും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയണമൊന്നുമില്ല, അവരുണ്ട്. പക്ഷേ ഒന്നുകൂടി കൂടുതൽ എനിക്ക് ഫീലായിട്ടുള്ളത് എൻ്റെ എല്ലാ കാര്യത്തിനും ഏതൊരു ഞാനായിട്ട് നിൽക്കണ ഒരു ഇതുണ്ടല്ലോ, അത് കൂടുതൽ സപ്പോർട്ട് ചെയ്തുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പാരൻസും ബ്രദറാണെന്നുള്ളത്, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്നില്ല എന്നല്ല, ഒന്നൊരു തരി കൂടുതൽ ഈ 3 ആൾക്കാരാണ്. അതാണ്. അല്ലാണ്ട് ഫ്രണ്ട്സിനെ കുറ്റം പറഞ്ഞേക്കൊന്നുമല്ല. ഫ്രണ്ട്സും ഉണ്ട്, ഇഷ്ടം പോലെ നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എടുക്കരുത്. എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാ ആൾക്കാരും ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളെ വീഡിയോ മൊത്തം കണ്ടോ. ഹായ്, അങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ ബ്രദറിനെ വിളിക്കാൻ പോകട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് രാത്രി വിളിക്കാൻ പോകുള്ളൂ, ഒരു പുലർച്ചെ ടൈമിൽ പോകുള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ ഈ ടൈം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിൻ്റെ ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞാൽ ആൾ 10 മണിയാകുമ്പോൾ ലാൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ നിൽക്കണേ. ഏകദേശം 7 മണി കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇറങ്ങിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോകണ വഴി ഡീറ്റെയിൽ ആയിട്ട് കാണാം. എല്ലാവരും വീഡിയോ സ്കിപ്പും ചെയ്യാണ്ട് മൊത്തം കാണാം. ഹായ്, അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ അനിയന്മാരിപ്പോൾ അതവിടെ നമുക്ക് പിന്നെ എയർപോർട്ടിൽ വന്ന
നിർബന്ധമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഛർദ്ദിക്കലും. അപ്പോൾ ആൾ ഛർദ്ദിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ട്. എനിക്ക് സത്യം നല്ല ഛർദ്ദിക്കാൻ വന്ന്, പിന്നെ പിടിച്ച് നീന വണ്ടി പോയി കഴിഞ്ഞാൽ കാറി പോയി പെട്ടെന്ന് തലവേദന ഛർദ്ദിക്കാനും വരും. എന്തോ ഭാഗത്ത് ഞാൻ ഛർദ്ദിച്ചില്ല, ആൾ അനിയൻ ഛർദ്ദിച്ച്. അപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോയിട്ടുണ്ട്. പിന്നെ ബ്രദർ വരാൻ ടൈം ആയിട്ടുള്ളൂ, വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. 10:30 എന്ന് പറഞ്ഞു, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. നമുക്ക് അവിടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഞങ്ങൾ വന്ന പാടെ തന്നെ ഒന്ന് വാഷ്റൂമിലേക്ക് പോയി. ഇതിൽ വെളിച്ചം കിട്ടണില്ല. അല്ല ഇപ്പൊ നമ്മള് പെരുന്ന പണിയില്ലേ, നമുക്ക് അതുപോലെ തന്നെ മാറ്റമൊന്നും കാണില്ല. ഇവിടെ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങില്ലേ, അപ്പൊ എന്ത് മാറ്റം ഈ ഭാഗമൊക്കെ പഴയത് ഫുഡ് കഴിക്കാൻ കയറിയിട്ടോ. അവരൊക്കെ മന്തിയാണ് കഴിക്കുന്നത്, ഞാൻ ബിരിയാണി. ഗൾഫേറിന് മന്തിയാണ്, നമ്മുടെ ഡ്രൈവറുണ്ട്. ഗൾഫേരെ ബിരിയാണി, ഉമ്മ മന്തി. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ച്. കുഴപ്പമില്ല, നല്ല ഫുഡ്. ഇനിയിപ്പോൾ വീട്ടിലേക്ക് നാട്ടിലേക്ക് ഇഞ്ഞുകൊണ്ട് 30 കിലോമീറ്റർ. അങ്ങനെ ഏകദേശം നമ്മളെ നാടെത്താനായി കേട്ടോ. അപ്പോൾ അഫ്രിയുടെ കുട്ടിയുടെ വീട്, അഫ്രിൻ്റെ എക്സ്പ്രഷൻ നോക്കാം, വീട് മനസ്സിലാവുണ്ടാവുന്നല്ലോ. പൊതുവന്നാനിക്കാരൻ കേട്ടോ. അത് എടാ ഗേൾസ് കഴിഞ്ഞാ, ഗേൾസ് സ്കൂൾ ഇവിടെ മനസ്സിലായി. മിസ്സിന് ഗേൾസ് 10 വരെ ഗേൾസ് ഒന്ന് പഠിച്ചല്ലേ? പറഞ്ഞോടുക്ക ഓൻ ഗസ് ചെയ്യട്ടെ. പിന്നെ അല്ല കഥ, ഗേൾസിന് അത്ര ഫീല് തോന്നില്ല. ഇവിടെ ഒന്നും അധികം മാറ്റങ്ങളില്ല. നമ്മളെ വെളിയങ്കോടിന് ശേഷം പള്ളി കണ്ടപ്പോൾ മനസ്സിലായി. അങ്ങനെ നമ്മളിത് നമ്മുടെ നാടെത്തിയിട്ടില്ല, വെളിയങ്കോട്. അപ്പോൾ നമ്മൾ അഫ്രിയുടെ റിയാക്ഷൻസാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഇവരൊക്കെ പിന്നെ കാണാം. ഷംനൂടെ ഇത് കിണർ, ഇത് കിണർ. ഇതുപോലെയാണ് നമ്മളവിടെ. അതെ, നമ്മളവിടുന്ന് റോഡ് വന്നു ലൈറ്റൊക്കെ വന്നിട്ട് നോക്ക്. ഞങ്ങളുടെ നാടൊക്കെ മാറി 2 വർഷങ്ങൾക്ക് ശേഷം. കുമ്മിലടപ്പ് ആ വീട് മനസ്സിലാവും. ചട്ടപ്പട്ടയാന്ന് വെച്ചിട്ട് പോവാ നീ വണ്ടിമേലൊക്കെ 100, 120 ബൈക്കുമേലൊക്കെ. കാറ് 200 അടക്കും. ഹിമാലയ 170 ഹിമാലയം. അവിടെ നിന്ന് അങ്ങോട്ട് നോക്ക്, അടികൂടെ പോകണം. ഇനി ഇവിടെ നോക്കൂ, ഇനി മൊത്തം അപ്ഡേഷനായി. അത് കണ്ടുപിടിക്കാനൊക്കെ പറ്റും, വീടുകൾ മനസ്സിലാക്കും. പക്ഷെ പെട്ടെന്നുള്ള ഇതിലാണ്.
മല്ലു ട്രാവലർ ഉദ്ഘാടനത്തിന് ഇതുണ്ടാവുന്നു ഇവിടെ ഇങ്ങനെ ഇവിടെ ബ്ലോക്ക് ഞാൻ അങ്ങനെ കറങ്ങണല്ലേ പാലപ്പെട്ടി കൂടെ അപ്പൊ ഞാൻ കണ്ടെടുക്കാം നാടെത്തിയ പറയും ഇവിടെ അങ്ങോട്ട് നോക്ക് റോഡ് നോക്ക് മാഫിലെ ആളുണ്ടോ മാഫിലെ ആള് ഞങ്ങൾ ഇവിടെ നിന്ന് നടക്കും ചാടും അതിന് രാത്രി ഈ ഏതിലൊരു റോഡ് ഒരു ബ്ലോക്ക് ആക്കി ഇടും നമ്മളവിടെ പോന്നിരിക്കും ഫുൾ ഓപ്പൺ ആയിട്ട് ചെല്ലോ ഇനിയിപ്പോൾ ലേറ്റ് ഇതൊക്കെ വരാനുണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റോ പാലപ്പെട്ടി സ്കൂളിലാ എത്ര അത് പാലപ്പെട്ടി അമ്പലം ബാക്കിൽ താപ്പള്ളി ഇജ്ജ് പോകുമ്പോൾ ഇവിടെ ഒരു പണി നടന്നിട്ടില്ല ആ ടൈമിലൊന്നും അതന്നെ ഈ ഒറ്റ റോഡ് തന്നെ ഉണ്ടാകുന്നുള്ളൂ ഫാമിലി ഇതല്ല ഇതെന്നല്ല പഴയ റോഡ് കുറച്ചുകൂടി അപ്പുറത്താ തോപ്പള്ളിനെ ഇത് പുതിയതാ കുറച്ചുകൂടി ആ സെൻട്രിക്കായിട്ട് വരും ഞങ്ങളുടെ നാട് നമ്മളെ വ്ളോഗ് ഏകദേശം അവസാനിക്കാൻ എത്തുകയാണ് സുന്ദരനാണ് നാടൊക്കെ അല്ല ഗേസ് നമ്മുടെ സാമിപ്പടി റോക്സ് ഉണ്ടായിരിക്കണ പണി സാജിക്കാനെ മോൻ സീതാൻ ഹാസ്യ സീതാനുണ്ട് അപ്പറേ നമ്മളെ വീടുണ്ടായിട്ട് കണ്ടിട്ടില്ലേ ഇല്ലാതെ ചെക്കന്മാരൊക്കെ അതാ അപ്പറേ നമ്മളെ വീട് ഏതാ പണി കഴിഞ്ഞിട്ടില്ല ഇവിടെ എത്തിക്കോ സാധനം ഇറക്കും അല്ല ഇത് ഇറക്കണ്ടേ ബാക്കിൽ ഓക്കെ അങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ ആ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ